ഇന്ന് ഞാൻ പതിവില്ലാതെ അടുക്കളയിൽ നിന്നിട്ടാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് ഞായറാഴ്ചയ്ക്കല്ലേ അപ്പോൾ ഒരു ചിക്കൻ കറി വെക്കാം. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. എന്താവും എന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെ ഉണ്ടാക്കി വെക്കാം. ആദ്യം കറി വെക്കാനുള്ള ചിക്കൻ എടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, ചിക്കൻ എത്രയാണോ ഉള്ളത് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് തൈര്, ഇത് നല്ലോണം മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ കുഴക്കണതാണ് കേട്ടോ ടേസ്റ്റ്. കൈകൊണ്ട് കുഴക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒറിജിനലായിട്ടുള്ളൊരു ടേസ്റ്റ് വരും. ഓക്കെ, ഓൾ സെറ്റ്. ഇത് ഇനി ഒരു അരമണിക്കൂർ മാറ്റിയേക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വെല്ലുള്ളിയും പച്ചമുളകാണ്. ഞാൻ എടുത്തത് ഒരു 3 വെല്ലുള്ളിയും 4-5 പച്ചമുളകും കേട്ടോ. ഇനി അത് നമുക്ക് അരിയണം. നല്ല കുനുകുന ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല, നമുക്ക് വലുതാക്കി അരിഞ്ഞാൽ മതി. കാരണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. ഉള്ളി തോല് പൊളിക്കുമ്പോഴേ കണ്ണിന്ന് വെള്ളം വന്ന് തുടങ്ങിയിട്ടോ. ഉള്ളി തോല് പൊളിക്കുമ്പോൾ കരയാനുള്ള കാരണം എന്താണെന്നറിയോ? അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഉള്ളി ഉരുളൻകിഴങ്ങും വഴുതനയും കൂടെ റോഡിലൂടെ നടക്കുമ്പോൾ വഴുതന വണ്ടി തട്ടി മരിച്ചു. അപ്പോൾ ഉള്ളി ഉരുളൻകിഴങ്ങും ഭയങ്കര കരച്ചിൽ. പിന്നെ പിറ്റേ ദിവസം ഉരുളൻകിഴങ്ങിന് വണ്ടി തട്ടിയപ്പോൾ ഉള്ളി ഭയങ്കര കരച്ചിൽ കേട്ടോ മരിച്ചപ്പോൾ. അതിൻ്റെ പിറ്റേ ദിവസം ഉള്ളിക്ക് വണ്ടി തട്ടിയപ്പോൾ കരയാൻ ആരുമില്ല. അപ്പോൾ ഉള്ളീൻ്റെ സങ്കടം കണ്ടിട്ട് ദൈവം പറഞ്ഞതാണ് എന്ത്, ഉള്ളീനെ കൊല്ലണം എല്ലാവരും കരയുന്നു. ഇത് ഉള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇതേപോലെ നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് എടുത്തത്. എന്നിട്ട് ഗ്യാസ് കത്തിച്ചു. നമുക്ക് അതിൻ്റെ അകത്തുള്ള വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാരുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 പട്ട, പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇടുക. എന്നിട്ട് അതൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇടാം. അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചതേ നമ്മുടെ കണ്ണൂർ കിച്ചണിൽ എത്താത്ത ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സൺഡേയും സാധാ മുളകരച്ച ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കൽ. അപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വെല്ലുള്ളിയും പച്ചമുളകും അരച്ചത് ചേർക്കാം. ഇതും നമുക്ക് ഈ ഒരു പച്ച കളർ മാറി ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഇളക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി ഒരു പരുവായപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും ഇട്ടിട്ട് പിന്നെ ഇളക്കുക. നല്ലോണം യോജിപ്പിക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും പാരാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ അടി പിടിക്കണ പനി നമുക്ക് തോന്നും, പക്ഷേ വെള്ളം പാരണ്ട, അതങ്ങനെ അടി പിടിക്കേണ്ടതല്ല. പിന്നെ അതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടെ ഇടാം കേട്ടോ. മറ്റേത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് കായം പൊടിച്ചതും കൂടെ ഇടാം. എന്നിട്ട് പിന്നെയും നല്ലോണം ഇളക്കുക. മിക്സ്. എന്താ ഇത് ഇളക്കിയിട്ട് തീരാത്തത്? ഇതിനൊരു അവസാനമല്ലേ? തുടക്കത്തിലൊക്കെ ഞാൻ ഓൺ വോയിസ് ഇട്ട് പിന്നെ റെക്കോർഡാക്കിയിട്ടോ, ഒന്നും ശരിയാവണില്ല. പിന്നെ അതിലേക്കില്ലേ
പിന്നെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അത് ഇപ്പോഴേ വെള്ളം പാറേണ്ട ആവശ്യമില്ല, ചിക്കനിൽ കുറച്ച് വെള്ളം വരും, അതുകൊണ്ടൊന്ന് ഇപ്പം ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ കുഴച്ച പാത്രമില്ലേ അതൊന്ന് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം പാർന്നൊന്ന് കലക്കി പാരുക കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കരിവേപ്പിലയും. അത് നമ്മൾ ഇതുവരെ ഇട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് അത് മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇട്ടിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ അടുത്തതായിട്ട് നമ്മളെ മെയിൻ താരം തേങ്ങാപ്പാൽ. ഞങ്ങൾക്ക് തേങ്ങയും തെങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലാക്കാൻ തേങ്ങ ഇല്ല. അപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കൊക്കോ ക്രീം ഇല്ലേ അതാട്ടോ പാരുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. അവിടെ കിടന്നിട്ട് കുറച്ചും കൂടി ഒന്ന് തിളച്ചാൽ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടോ. ഇത് മെയിനായിട്ട് നമ്മളെ പത്തിരിക്കൊക്കെ നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.